സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഹോംവർക്ക് ക്ലാസ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ സെപ്റ്റംബർ 7-ന് വിക്ടേഴ്സിൽ സംപ്രേഷണം ചെയ്ത നിങ്ങളുടെ സോഷ്യൽ സയൻസിലെ 3-ാമത്തെ അധ്യായമായ ചെറുത്തുനിൽപ്പുകളും ഒന്നാം സ്വാതന്ത്ര്യ സമരവും അല്ലെങ്കിൽ റെസിസ്റ്റൻസ് ആൻഡ് ദ ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ്, ഈ ഒരു അധ്യായവുമായി ബന്ധപ്പെട്ട ഒരു ക്ലാസ്സാണ് നമ്മളിന്ന് ചെയ്തിരിക്കുന്നത്. അപ്പം ആ ഒരു ക്ലാസ്സിൽ നിങ്ങൾക്ക് പറഞ്ഞു തന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ, അതിൻ്റെ നോട്ട്സ്, അതുപോലെ തന്നെ നിങ്ങളോട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്ന ആക്ടിവിറ്റീസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുമാണ് നമ്മൾ ഈ ക്ലാസ്സിൽ പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ 7-ാം ക്ലാസ്സുമായി ബന്ധപ്പെട്ട വിക്ടേഴ്സിൽ സംപ്രേഷണം ചെയ്യുന്ന ക്ലാസ്സുകളുടെ നോട്ട്സ്, അതുപോലെ തന്നെ അവയിലെ ഹോംവർക്കുകൾ, ഇതെല്ലാമാണ് നമ്മൾ ഡെയിലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഇതുപോലെ ഇടുന്ന ക്ലാസ്സുകളൊക്കെ തുടർച്ചയായിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കുറച്ച് ചെറുത്തുനിൽപ്പുകൾ അല്ലെങ്കിൽ സമരങ്ങൾ എല്ലാം കണ്ടായിരുന്നു അല്ലേ? ഇന്ത്യയുടെ പല ഭാഗങ്ങളിലായിട്ട് ബ്രിട്ടീഷുകാർക്കെതിരെ അല്ലെങ്കിൽ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ നടന്ന ചില സമരങ്ങളെല്ലാം നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സുകളായിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കേരളത്തിൽ നടന്ന ചില ചെറുത്തുനിൽപ്പുകൾ അല്ലെങ്കിൽ ചില എതിർപ്പുകളെക്കുറിച്ചാണ് ആദ്യം പറയുന്നത്. അപ്പോൾ ഈ ചിത്രത്തിൽ കാണുന്നത് കേരള സിംഹം എന്നറിയപ്പെടുന്ന പഴശ്ശിരാജ ആണ്. പഴശ്ശിരാജ, ലയൺ ഓഫ് കേരള. അപ്പോൾ അദ്ദേഹം നടത്തിയ ഒരു സമരം, അദ്ദേഹം നടത്തിയ ഒരു ചെറുത്തുനിൽപ്പിനെ കുറിച്ചാണ് നമ്മൾ ആദ്യം പറയുന്നത്. ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന പ്രധാന ചെറുത്തുനിൽപ്പുകളിൽ ഒന്നായിരുന്നു പഴശ്ശി സമരങ്ങൾ. വടക്കേ മലബാറിലെ കോട്ടയം മേഖലയിൽ നികുതി പിരിക്കാനുള്ള അവകാശം തടഞ്ഞതാണ് പഴശ്ശിരാജയെ യുദ്ധം ചെയ്യാൻ പ്രേരിപ്പിച്ചത്. വയനാടൻ വനങ്ങൾ കേന്ദ്രീകരിച്ച് ബ്രിട്ടീഷുകാർക്കെതിരെ ഒളിപ്പോരാണ് പഴശ്ശിരാജ നടത്തിയത്. അപ്പം പഴശ്ശിരാജ എവിടെയാണ് അദ്ദേഹം ഒളിപ്പോര് നടത്തിയത്? വയനാട്ടിലെ വനങ്ങളെ കേന്ദ്രീകരിച്ചായിരുന്നു അദ്ദേഹം ബ്രിട്ടീഷുകാർക്കെതിരെ ഒളിപ്പോര് നടത്തിയത് അല്ലേ? എന്ത് കാരണം കൊണ്ടാണ് അദ്ദേഹം ബ്രിട്ടീഷുകാർക്കെതിരെ പ്രതികരിക്കാനായിട്ട് തീരുമാനിച്ചത്? വടക്കേ മലബാറിൽ കോട്ടയം മേഖലയിൽ നികുതി പിരിക്കാനുള്ള അവകാശം പഴശ്ശിരാജയ്ക്കായിരുന്നു. അത് ബ്രിട്ടീഷുകാർ തടഞ്ഞു. ആ ഒരു കാരണമാണ് ഇദ്ദേഹത്തെ പ്രകോപിതനാക്കിയത്. അപ്പോൾ ഇദ്ദേഹം നടത്തിയ ഈ സമരങ്ങളെ പഴശ്ശി സമരങ്ങൾ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. തലയ്ക്കൽ ചന്തു, കൈതേരി അമ്പു, എടച്ചന കുങ്കൻ, അത്തൻ ഗുരുക്കൾ എന്നിവരുടെ നേതൃത്വത്തിലുള്ള പടയാളികളാണ് യുദ്ധത്തിൽ പഴശ്ശിരാജയെ സഹായിച്ചത്. എന്നാൽ പഴശ്ശിരാജയുടെ മരണത്തോടെ ഈ യുദ്ധം അവസാനിച്ചു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രധാന അനുയായികളുടെ പേര് നിങ്ങൾ പഠിക്കണം. എന്തൊക്കെയാണ്? തലയ്ക്കൽ ചന്തു, കൈതേരി അമ്പു, എടച്ചന കുങ്കൻ, അത്തൻ ഗുരുക്കൾ. ഇവരുടെ നേതൃത്വത്തിലുള്ള പടയാളികളാണ് യുദ്ധത്തിൽ പഴശ്ശിരാജയെ സഹായിച്ചത്. എന്നാൽ എന്താ സംഭവിച്ചത്? പഴശ്ശിരാജ മരിച്ചതോടുകൂടി ഈ യുദ്ധം അവസാനിച്ചു. അപ്പം എന്താണ് പഴശ്ശി സമരങ്ങളെന്ന് മനസ്സിലായല്ലോ. എവിടെയാണ് അത് നടന്നതെന്ന് ഓർത്ത് വെക്കുക. അതുപോലെ തന്നെ എന്തായിരുന്നു അതിലുള്ള കാരണം എന്നുള്ളതും ഓർത്ത് വെക്കുക. ഇനി ഇംഗ്ലീഷിലാണെങ്കിൽ പഴശ്ശി റിവോൾട്ട് വാസ് വൺ ഓഫ് ദ മേജർ റിവോൾട്ട്സ് ഓഫ് കേരള. കേരളത്തിൽ നടന്ന പ്രധാനപ്പെട്ട സമരങ്ങളിൽ ഒരു സമരമായിരുന്നു പഴശ്ശി റിവോൾട്ട്. The British lifted Pazhshiraja's right to collect taxes from Kottayam in North Malabar. ഇപ്പോൾ നോർത്ത് മലബാർ എന്ന് പറഞ്ഞാൽ വടക്കേ മലബാർ. വടക്കേ മലബാറിലെ കോട്ടയത്ത് നിന്നും എന്താണ് നികുതി പിരിക്കാനുള്ള പഴശ്ശിരാജയുടെ അവകാശം, പഴശ്ശിരാജാസ് റൈറ്റ്, ബ്രിട്ടീഷുകാർ നീക്കി. ദിസ് വാസ് ദ ഇമ്മീഡിയറ്റ് കോസ് ഫോർ പഴശ്ശിരാജാസ് റിവോൾട്ട്. ഇതായിരുന്നു പഴശ്ശിരാജയെ സമരത്തിലേക്ക് നയിച്ച പ്രധാനപ്പെട്ട കാരണം. ഹി ലെഡ് എ ഗറില്ല വാർ അഗെയിൻസ്റ്റ് ദ ബ്രിട്ടീഷ് ഇൻ ദ ഫോറസ്റ്റ് ഓഫ് വയനാട്. അപ്പോൾ അദ്ദേഹം വയനാട്ടിലെ ഫോറസ്റ്റുകളിലെ ബ്രിട്ടീഷുകാർക്കെതിരെ നടത്തിയ യുദ്ധം അല്ലെങ്കിൽ ആ ഒരു സമരത്തെ വിളിച്ചിരുന്നത് ഗറില്ല വാർ എന്നായിരുന്നു. ഓക്കെ. തലക്കൽ ചന്തു, കൈതേരി അമ്പു, എടച്ചന കുങ്കൻ ആൻഡ് അത്തൻ ഗുരുക്കൾ were the prominent leaders who fought with പഴശ്ശിരാജ in the revolt. പഴശ്ശിരാജയുടെ പ്രധാനപ്പെട്ട അനുയായികൾ തലയ്ക്കൽ ചന്തു, കൈതേരി അമ്പു, എടച്ചന കുങ്കൻ ആൻഡ് അത്തൻ ഗുരുക്കൾ. The revolt ended with the death of പഴശ്ശിരാജ. പഴശ്ശിരാജയുടെ മരണത്തോടുകൂടി ആ ഒരു സമരം അവസാനിച്ചു. ഓക്കെ. അടുത്തതായിട്ട് മറ്റൊരാളാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്, വേലുത്തമ്പി ദളവ. വേലുത്തമ്പി ദളവ എന്തായിരുന്നു അദ്ദേഹം ചെയ്തത്? ബ്രിട്ടീഷ് വിരുദ്ധ പോരാട്ടങ്ങൾക്ക് തിരുവിതാംകൂറിൽ നേതൃത്വം നൽകിയത് ദളവയായിരുന്ന വേലുത്തമ്പിയായിരുന്നു. അപ്പം മലബാർ സൈഡിൽ പഴശ്ശിരാജയാണെങ്കിൽ തിരുവിതാംകൂറിൽ ആരായിരുന്നു? ദളവ അല്ലേ? അവിടുത്തെ ദളവയായിരുന്ന വേലുത്തമ്പി.
ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ നിരന്തര ഇടപെടൽ ദളവയുടെ ഭരണം തടസ്സപ്പെടുത്തി. അപ്പം അദ്ദേഹത്തെ പ്രകോപിപ്പിച്ച കാരണം എന്തായിരുന്നു? ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി നിരന്തരമായിട്ട് അദ്ദേഹത്തിൻ്റെ ഭരണത്തിൽ ഇടപെട്ടുകൊണ്ടിരുന്നു. അത് അദ്ദേഹത്തിൻ്റെ ഭരണത്തെ തടസ്സപ്പെടുത്തി. ഇത് ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ തിരിയാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചു. കൊച്ചിയിലെ മന്ത്രിയായിരുന്ന പാലിയത്തച്ചൻ അദ്ദേഹത്തെ സഹായിച്ചു. അപ്പം ഇവിടെ വേലുത്തമ്പി ദളവയുടെ ഈ ഒരു സമരത്തിൽ അദ്ദേഹത്തെ സഹായിച്ചത് ആരാണ്? പാലിയത്തച്ചനാണ്. പാലിയത്തച്ചൻ ആരായിരുന്നു? കൊച്ചിയിലെ മന്ത്രിയായിരുന്നു അല്ലേ? ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പറയാൻ പോകുന്നത്. 1809 കുണ്ടറയിൽ വെച്ച് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാൻ വേലുത്തമ്പി ആഹ്വാനം ചെയ്തു. ഇതാണ് വേലുത്തമ്പിയുടെ പ്രശസ്തമായ കുണ്ടറ വിളംബരം. അപ്പം 1809 നടത്തിയ ഒരു വിളംബരമാണ് കുണ്ടറ വിളംബരം. എന്തായിരുന്നു കുണ്ടറ വിളംബരം? ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാനായിട്ട് വേലുത്തമ്പി ദളവ എല്ലാവരോടും ആഹ്വാനം ചെയ്യുകയാണ് ചെയ്തത്. അതിനെയാണ് കുണ്ടറ വിളംബരം എന്ന് അറിയപ്പെടുന്നത്. ഏത് വർഷമാണത് നടന്നത്? 1809. ബ്രിട്ടീഷുകാർ ആക്രമണം ശക്തിപ്പെടുത്തി അദ്ദേഹത്തിൻ്റെ നീക്കങ്ങൾ പരാജയപ്പെടുത്തി. അപ്പം ഈ ഒരു കാര്യത്തിൽ നിങ്ങൾ എന്തൊക്കെ മനസ്സിലാക്കണം? തിരുവിതാംകൂറിൽ ബ്രിട്ടീഷ് വിരുദ്ധ പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകിയത് ആരായിരുന്നു? വേലുത്തമ്പി ദളവയായിരുന്നു. എന്തുകൊണ്ടാണ് അദ്ദേഹം ഇതിന് മുതിർന്നത്? അദ്ദേഹത്തിൻ്റെ ഭരണത്തിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനി നിരന്തരമായിട്ട് ഇടപെട്ട് ഭരണം തടസ്സപ്പെടുത്തി അല്ലേ? ഇതാണ് അദ്ദേഹത്തെ പ്രകോപിപ്പിച്ചത്. പിന്നെയോ അദ്ദേഹത്തെ ആരാണ് ഇതിൽ സഹായിച്ചത്? കൊച്ചിയിലെ മന്ത്രിയായിരുന്ന പാലിയത്തച്ചൻ. പിന്നെ നിങ്ങൾ ഓർക്കേണ്ടത് കുണ്ടറ വിളംബരം. 1809 കുണ്ടറ വിളംബരം നടത്തി. എന്താണ് കുണ്ടറ വിളംബരം? ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടുക എന്ന് വേലുത്തമ്പി ദളവ ആഹ്വാനം ചെയ്തു. ആ ഒരു വിളംബരമാണ് കുണ്ടറ വിളംബരം. പക്ഷേ ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തു? അവരുടെ ആക്രമണം ശക്തിപ്പെടുത്തി അദ്ദേഹത്തിൻ്റെ നീക്കങ്ങളെല്ലാം പരാജയപ്പെടുത്തി. ദ ആൻറ്റി ബ്രിട്ടീഷ് റിവോൾട്ട്സ് ഇൻ ട്രാവൻകൂർ എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നത്. വർ ലെഡ് ബൈ വേലുത്തമ്പി ദളവ. അപ്പം ബ്രിട്ടീഷുകാർക്കെതിരെ ട്രാവൻകൂറിൽ ആൻറ്റി ബ്രിട്ടീഷ് റിവോൾട്ട്സ് ലീഡ് ചെയ്തത് ആരാണ്? വേലുത്തമ്പി ദളവയാണ്. ദ കോൺസ്റ്റൻറ്റ് ഇൻ്റർവെൻഷൻ ഓഫ് ദ കമ്പനി ഇൻ ദ ഹോം അഫെയർസ് ഓഫ് ട്രാവൻകൂർ ഹിൻഡേർഡ് ദ സ്മൂത്ത് അഡ്മിനിസ്ട്രേഷൻ ഓഫ് ദളവ. അപ്പോൾ എന്തായിരുന്നു അതിൻ്റെ റീസൺ? ദ കോൺസ്റ്റൻറ്റ് ഇൻ്റർവെൻഷൻ എന്ന് പറഞ്ഞാൽ കൈകടത്തുക അല്ലെ ഇടപെടുക എന്നുള്ള അർത്ഥമാണ്. നിരന്തരമായ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഇടപെടൽ മൂലം ട്രാവൻകൂറിലെ ഭരണത്തെ അത് തടസ്സപ്പെടുത്തി. അപ്പോൾ ദളവയുടെ ഭരണത്തെ തടസ്സപ്പെടുത്തി. അതായിരുന്നു ഇതിനുള്ള കാരണം. ദിസ് വാസ് ദ മെയിൻ റീസൺ ഫോർ ഹിം ടു ടേൺ എഗെയിൻസ്റ്റ് ദ ബ്രിട്ടീഷ്. ബ്രിട്ടീഷുകാർക്കെതിരെ തിരിയാനുള്ള പ്രധാന കാരണം ഇതായിരുന്നു. പാലിയത്തച്ചൻ, ദ മിനിസ്റ്റർ ഓഫ് കൊച്ചി, എക്സ്റ്റെൻഡഡ് ഹിസ് അസിസ്റ്റൻസ് ടു ദളവ. ദളവയെ പ്രധാനമായും അസിസ്റ്റ് ചെയ്തത് അല്ലെങ്കിൽ അനുഗമിച്ചത് അല്ലെങ്കിൽ ഈ കാര്യത്തിൽ അദ്ദേഹത്തെ സഹായിച്ചത് ആരാണ്? കൊച്ചിയിലെ മിനിസ്റ്റർ ആയിരുന്ന പാലിയത്തച്ചനായിരുന്നു. ഇൻ ദ ഫേമസ് കുണ്ടറ പ്രൊക്ലമേഷൻ ഓഫ് 1809 ദളവ കോൾഡ് അപ്പോൺ ദ പീപ്പിൾ ടു ഫൈറ്റ് അഗെയിൻസ്റ്റ് ദ ബ്രിട്ടീഷ്. 1809 ഫേമസ് ആയിട്ടുള്ള പ്രൊക്ലമേഷൻ എന്താണ്? കുണ്ടറ പ്രൊക്ലമേഷൻ, കുണ്ടറ വിളംബരം. എന്തായിരുന്നു? ദളവ ആഹ്വാനം ചെയ്തു എന്താണ്? ആളുകളോട് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാൻ. ഹൗവർ ഹി വാസ് ഡിഫീറ്റഡ് ബൈ ദ ബ്രിട്ടീഷ്. എന്നിരുന്നാലും എന്ത് സംഭവിച്ചു? അദ്ദേഹം ബ്രിട്ടീഷുകാരുടെ പോരാട്ടങ്ങൾക്ക് മുൻപിൽ കീഴടങ്ങി. ഓക്കെ, അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളാണ് കേരളത്തിൽ നടന്ന പ്രധാനപ്പെട്ട സമരങ്ങളായിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. ഒന്ന് പഴശ്ശിരാജയുടെ പഴശ്ശി സമരങ്ങളും അടുത്തത് വേലുത്തമ്പി ദളവയുടെ അദ്ദേഹം നടത്തിയ ആ ഒരു പോരാട്ടം. ഇനി നമ്മൾ അടുത്തതായിട്ട് നോക്കുന്നത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് 1857 നടന്ന ഒന്നാം സ്വാതന്ത്ര്യ സമരം. അപ്പോൾ ഇത്രയും നേരം പഠിച്ച കാര്യങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇന്ത്യയുടെ പല ഭാഗങ്ങളിലായിട്ട് ചെറിയ ചെറിയ സമരങ്ങളും പ്രക്ഷോഭങ്ങളും എതിർപ്പുകളും എല്ലാം ബ്രിട്ടീഷുകാർക്കെതിരെ വന്നുകൊണ്ടിരുന്നു അല്ലേ? കാരണം അവർ പലതരത്തിൽ ജനങ്ങളെ ദ്രോഹിക്കാൻ തുടങ്ങി. അപ്പോൾ കുറേ സഹിച്ചപ്പോൾ ആളുകൾ പ്രതികരിക്കാൻ തുടങ്ങി. അപ്പം ഈ ഒറ്റപ്പെട്ട ചെറുത്തുനിൽപ്പുകളൊന്നും എന്തായില്ല, ബ്രിട്ടീഷുകാരുടെ അടുത്ത് ഫലവത്തായില്ല. കാരണം അവരതിനെല്ലാം അടിച്ചമർത്തി. അങ്ങനെ ഇരിക്കുമ്പോൾ എന്താ സംഭവിച്ചത്? 1857 കമ്പനിയോട് കൂറു പുലർത്തിയിരുന്ന വിഭാഗങ്ങൾ പോലും അവർക്കെതിരെ തിരിഞ്ഞു. കമ്പനി പട്ടാളത്തിലെ ഇന്ത്യൻ സൈനികർ അഥവാ ശിപ്പായിമാർ ദത്തവകാശ നിരോധന നിയമത്തിൻ്റെ ഫലമായി അധികാരം നഷ്ടപ്പെടുമെന്നുറപ്പായ നാട്ടുരാജാക്കന്മാർ എന്നിവരായിരുന്നു സമരത്തിന് നേതൃത്വം കൊടുത്തത്. അപ്പം അതുവരെ പല ഭാഗങ്ങളിലായിട്ട് ചെറിയ ചെറിയ സമരങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും അത് അടിച്ചമർത്തപ്പെട്ടു. അപ്പോഴും ഇങ്ങനെയെല്ലാം സംഭവിക്കുമ്പോഴും ബ്രിട്ടീഷുകാരുടെ കൂടെ തന്നെ നിന്ന് അവരെ സപ്പോർട്ട് ചെയ്ത് നിന്നിരുന്ന കുറച്ച് ആളുകളുണ്ടായിരുന്നു. ആരൊക്കെയാണ് അത്? ഈ കമ്പനിയിൽ
ഉണ്ടായിരുന്ന ഇന്ത്യൻ സൈനികർ, അവർ ശിപ്പായിമാരെന്നാണ് അറിയപ്പെട്ടിരുന്നത്. അവർ ഇന്ത്യക്കാരാണ് എങ്കിലും അവർ ബ്രിട്ടീഷ് കമ്പനിയിലെ പട്ടാളക്കാരായിരുന്നു. അതുപോലെ തന്നെ മറ്റ് ചിലർ, അതായത് നാട്ടുരാജാക്കന്മാർ, ഈ രണ്ട് കൂട്ടരും ബ്രിട്ടീഷുകാരുടെ കൂടെ അവരെ അനുകൂലിച്ച് നിന്നവരായിരുന്നു. പക്ഷെ അവർ ഇവർക്കെതിരെ തിരിയാനായിട്ട് തുടങ്ങി. അപ്പോൾ എന്തായിരിക്കും അതിന് കാരണം എന്നാണ് നോക്കേണ്ടത് ഇനി, അല്ലേ? അപ്പോൾ അതിനു മുൻപേ ഇംഗ്ലീഷിൽ ദ ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ് ഇൻ 1857 എന്നാണ് അത് അറിയപ്പെടുന്നത്. വി ഹാവ് ലേൺ അബൌട്ട് ദ ഐസൊലേറ്റഡ് റെസിസ്റ്റൻസ് ദാറ്റ് ഒക്കേർഡ് ഇൻ ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദ കൺട്രി. ദ ആർമി ഓഫ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സപ്രസ്ഡ് ദം. അപ്പം ഇന്ത്യയുടെ പല ഭാഗങ്ങളിലായിട്ട് നടന്ന ചെറിയ ചെറിയ എതിർപ്പുകളെക്കുറിച്ച് നമ്മൾ പഠിച്ചു. പക്ഷേ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പട്ടാളക്കാർ അതെല്ലാം അടിച്ചമർത്തി. ബൈ 1857 ഈവൻ പീപ്പിൾ ഹു വെർ ലോയൽ ടു ദ കമ്പനി ടേൺഡ് അഗെയിൻസ്റ്റ് ദം. അപ്പം കമ്പനിയുമായിട്ട് നല്ല രീതിയിൽ നിന്ന ആളുകൾ പോലും 1857 കമ്പനിക്കെതിരെ തിരിഞ്ഞു. ആരൊക്കെയായിരുന്നു ആ ആളുകൾ? ദ ഇന്ത്യൻ സോൾജിയേഴ്സ് ഇൻ ദ ബ്രിട്ടീഷ് ആർമി, സിപ്പോയിസ്, and the kings who lost their hereditary rights as per the doctrine of lapse were the main leaders of the revolt. അപ്പോൾ ആരൊക്കെയാണ് കമ്പനിക്കെതിരെ തിരിഞ്ഞത്? ഒന്ന് ബ്രിട്ടീഷ് ആർമിയിൽ ഉണ്ടായിരുന്ന ഇന്ത്യൻ സോൾജിയേഴ്സ്, രണ്ടാമത്തേത് കിങ്സ്, അല്ലേ, രാജാക്കന്മാർ. എവിടുത്തെ രാജാക്കന്മാരാണ്? ചെറിയ രാജ്യങ്ങളിലെ രാജാക്കന്മാർ, നാട്ടുരാജാക്കന്മാരല്ലേ. അപ്പോൾ ഈ രണ്ട് കൂട്ടർ ബ്രിട്ടീഷുകാർക്കെതിരെ തിരിഞ്ഞു. ഇനി എന്താണ് ഇതിനുള്ള കാരണങ്ങളെന്നാണ് ഇനി നമ്മൾ നോക്കുന്നത്. ഈ ശിപ്പായിമാർ അല്ലെങ്കിൽ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിലുണ്ടായിരുന്ന ഇന്ത്യൻ പട്ടാളക്കാരുടെ ജീവിതം വളരെ ദയനീയമായിരുന്നെന്നാണ് പറയുന്നത്. കാരണം എന്താണ്? ഇവിടെ കുറച്ച് കാരണങ്ങൾ പറഞ്ഞിട്ടുണ്ട്. തുച്ഛമായ വേതനം എന്ന് പറഞ്ഞാൽ വളരെ കുറഞ്ഞ ശമ്പളമായിരുന്നു അവർക്ക് കിട്ടിക്കൊണ്ടിരുന്നത്. അതുപോലെ ദീർഘനേരമുള്ള ജോലി, ഒരുപാട് നേരം അവരെ കൊണ്ട് ബ്രിട്ടീഷുകാർ ജോലി ചെയ്യിപ്പിച്ചു. അവധിയില്ലായ്മ, അവർക്ക് ഒരിക്കലും അവധി കൊടുത്തിരുന്നില്ല. പിന്നെ അടിമകളോടെന്ന പോലുള്ള മേലുദ്യോഗസ്ഥന്മാരുടെ പെരുമാറ്റം, അല്ലേ, ആയിരുന്നു അവരെ ബ്രിട്ടീഷുകാർ കണ്ടിരുന്നത്. അതുപോലെ തന്നെ മോശമായ ഭക്ഷണം, ഇത്രയും കാര്യങ്ങൾ അവരുടെ ജീവിതം വളരെ ദയനീയമാക്കി. ആരുടെ? ഈ ശിപ്പായിമാരാരായിരുന്നു? ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിലെ ഇന്ത്യൻ പട്ടാളക്കാർ. അപ്പം the living conditions of sepoys were miserable and they had to lead a hard life. The sepoys were disappointed with the following conditions. അപ്പോൾ സിപ്പോയിസിൻ്റെ ലൈഫ് മിസറബിൾ ആയിരുന്നു എന്നാണ് പറഞ്ഞത്. ദയനീയമായിരുന്നു, അസഹനീയമായിരുന്നു. എന്താണ് കാരണം? ഈ കാരണങ്ങളാണ്. മീഗർ വേജസ്, വളരെ ചെറിയ തുച്ഛമായ ശമ്പളം. പ്രൊലോങ്ഡ് വർക്കിംഗ് അവേഴ്സ്, നീണ്ട ജോലി സമയം. ഡിനായിങ് ലീവ്, അവധി കൊടുക്കാതെയുള്ള അവസ്ഥ. പിന്നെ സ്ലേവ് ലൈക്ക് ട്രീറ്റ്മെൻറ്റ് ബൈ സുപ്പീരിയർ ഒഫീഷ്യൽസ്, ഉയർന്ന ഉദ്യോഗസ്ഥരിൽ നിന്നും അടിമകളോടെന്ന പോലുള്ള പെരുമാറ്റം. പുവർ ക്വാളിറ്റി ഫുഡ്, നല്ല ഭക്ഷണവും അവർക്ക് കിട്ടിയിരുന്നില്ല. അപ്പോൾ ഈ കാരണങ്ങളെല്ലാം ഇവരുടെ ജീവിതം വളരെയധികം ദുസ്സഹമാക്കി. ആരുടെ? പട്ടാളക്കാരുടെ. അപ്പോൾ എന്താ സംഭവിച്ചത്? മേൽ പറഞ്ഞ കാരണങ്ങളാൽ ശിപ്പായിമാർ അസംതൃപ്തരായിരുന്നു. ഈ അവസരത്തിലാണ് പട്ടാളക്കാർക്കിടയിൽ പുതിയ തരം എൻഫീൽഡ് തോക്കുകൾ വിതരണം ചെയ്തത്. അപ്പോൾ അവർ ഓൾറെഡി ഈ കാരണങ്ങളെല്ലാം കൊണ്ട് അവർ വളരെ അസഹനീയരായിരുന്നു, അല്ല അസംതൃപ്തരായിട്ട് ജീവിക്കുകയായിരുന്നു. ആ സമയത്താണ് പുതിയൊരു കാര്യം വന്നത്. എന്താണ്? ഈ പട്ടാളക്കാർക്കിടയിൽ പുതിയ ഒരു തരം തോക്ക് വിതരണം ചെയ്തു, എൻഫീൽഡ് തോക്കുകൾ. ഈ തോക്കിൽ ഉപയോഗിക്കേണ്ട തിര അല്ലെങ്കിൽ വെടിയുണ്ട സവിശേഷതയുള്ളതായിരുന്നു. അവ നിർമ്മിക്കുന്നതിൽ പശുവിൻ്റെയും പന്നിയുടെയും കൊഴുപ്പുകൾ ഉപയോഗിച്ചിരുന്നെന്ന വാർത്ത പ്രചരിച്ചു. കൂടാതെ ശിപ്പായിമാർക്ക് വിതരണം ചെയ്തിരുന്ന റൊട്ടി എല്ലുപൊടി ചേർത്ത ഗോതമ്പ് പൊടി കൊണ്ടാണെന്ന വാർത്തയും പരന്നു. അതോടെ സൈനികർ പ്രകോപിതരാവുകയും കലാപത്തിന് തുടക്കം കുറിക്കുകയും ചെയ്തു. ശിപ്പായികൾക്കിടയിൽ നിന്നും ആദ്യമായി പ്രതിഷേധം ഉയർത്തിയത് മംഗൾ പാണ്ഡെ ആയിരുന്നു. അപ്പം ഇവർ ഓൾറെഡി ബ്രിട്ടീഷുകാരുടെ കീഴിൽ ജോലി ചെയ്യുന്ന പട്ടാളക്കാരാണല്ലേ. അവർ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിരുന്നു എന്നൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞു. അങ്ങനെ ജീവിച്ചുകൊണ്ടിരുന്ന സമയത്താണ് പുതിയൊരു കാര്യം വന്നത്. അവർക്ക് കുറച്ച് തോക്കുകൾ വിതരണം ചെയ്തു. ഈ തോക്കുകൾ വിതരണം ചെയ്തപ്പോൾ ഈ തോക്കിൽ ഉപയോഗിക്കുന്ന വെടിയുണ്ട അല്ലെങ്കിൽ തിര എന്ന് പറയുന്നത് ഒരു പ്രത്യേകതയുള്ളതായിരുന്നു. എന്താണ്? അത് നിർമ്മിക്കുന്നതിനായി പശുവിൻ്റെയും പന്നിയുടെയും കൊഴുപ്പുകൾ ഉപയോഗിച്ചിരുന്നു എന്നൊരു വാർത്ത അവിടെ പ്രചരിച്ചു. അതുപോലെ തന്നെ ഇവർക്ക് ആഹാരമായിട്ട് കൊടുത്തിരുന്ന റൊട്ടി, ആ റൊട്ടി ഉണ്ടാക്കാനായിട്ട് ഉപയോഗിച്ചിരുന്ന ഗോതമ്പ് പൊടി എല്ലുപൊടി ചേർത്ത ഗോതമ്പ് പൊടിയാണെന്ന വാർത്തയും അവിടെ പരന്നു. ഈ രണ്ട് കാര്യങ്ങൾ എന്തായി? സൈനികരെ പ്രകോപിതരാക്കുകയും അങ്ങനെ കലാപത്തിന് തുടക്കം കുറിക്കുകയും ചെയ്തു. ഓക്കെ, ഇത്തരത്തിൽ ഈ ഒരു പ്രക്ഷോഭത്തിൽ ആദ്യമായി പ്രതിഷേധമുയർത്തിയത് ആരായിരുന്നു? മംഗൾ പാണ്ഡെ ആയിരുന്നു. ഓക്കെ, അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേര് നിങ്ങൾ ഓർത്ത് വെക്കണം, മംഗൾ പാണ്ഡെ. അദ്ദേഹമാണ് ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിലെ ആദ്യത്തെ രക്തസാക്ഷി എന്ന് അറിയപ്പെടുന്നത്. In this context, the company supplied a new type of Enfield rifle to the sepoys. കമ്പനി
സിപ്പോയിസിന് അല്ലെങ്കിൽ സൈനികർക്ക് എൻഫീൽഡ് റൈഫിള് വിതരണം ചെയ്തു. ദർ വാസ് എ റൂമർ ദാറ്റ് ദ കാട്രിഡ്ജസ് ടു ബി യൂസ്ഡ് ഇൻ ദിസ് ഗൺ വെർ ഗ്രീസ്ഡ് വിത്ത് ദ ഫാറ്റ് ഓഫ് കൗസ് ആൻഡ് പിഗ്സ്. മനസ്സിലായല്ലോ, പശുവിൻ്റെയും പന്നിയുടെയും ഒക്കെ കൊഴുപ്പ് ഉപയോഗിച്ചാണ് അതിലെ വെടിയുണ്ടകൾ നിർമ്മിച്ചിരിക്കുന്നതെന്നൊരു വാർത്ത പരന്നു. അനദർ റൂമർ വാസ് ദാറ്റ് ദ ബ്രെഡ് സപ്ലൈഡ് ടു ദ സിപ്പോയിസ് വാസ് മെയ്ഡ് ഫ്രം വീറ്റ് ഫ്ലോർ മിക്സഡ് വിത്ത് ബോൺ പൗഡർ. അവർക്ക് കഴിക്കാനായിട്ട് കൊടുത്തിരുന്ന റൊട്ടി ഉണ്ടാക്കിയിരുന്ന ഗോതമ്പ് പൊടി എല്ലുപൊടി ചേർത്തതാണെന്നൊരു വാർത്തയും പരന്നു. ദിസ് പ്രൊവോക്ഡ് ദം ടു റിബൽ. ഇത് അവരെ എന്ത് ചെയ്തു? പ്രകോപിപ്പിച്ചു. മംഗൾ പാണ്ഡെ വാസ് ദ ഫസ്റ്റ് ഇന്ത്യൻ സോൾജിയർ ടു പ്രൊട്ടക്സ്റ്റ്. ആ കൂട്ടത്തിൽ ആദ്യമായി പ്രതികരിച്ച അല്ലെങ്കിൽ പ്രക്ഷോഭം ഉയർത്തിയ ഒരാളെന്ന് പറയുന്ന ആരായിരുന്നു? മംഗൾ പാണ്ഡെ ആയിരുന്നു. അപ്പോൾ ഇങ്ങനെയാണ് സൈനികർക്കിടയിൽ ഒരു കലാപത്തിനുള്ള തുടക്കം കുറിച്ചത്. സൈനിക മേധാവികൾക്കെതിരെ സംഘടിതമായ രീതിയിൽ കലാപങ്ങൾ ആരംഭിച്ചത് മീററ്റിലാണ്. അപ്പം ഒരു സ്ഥലത്തിൻ്റെ പേര് കിട്ടിയല്ലേ, മീററ്റിലാണ് ഇത്തരത്തിലുള്ള കലാപങ്ങൾ ആദ്യമായിട്ട് ആരംഭിച്ചത്. കലാപത്തിനിറങ്ങിയ സൈനികർ ഡൽഹിയിലെത്തി അവസാനത്തെ മുഗൾ ഭരണാധികാരിയായിരുന്ന ബഹദൂർ ഷാ രണ്ടാമനെ ഇന്ത്യയുടെ ചക്രവർത്തിയായി പ്രഖ്യാപിച്ചു. കലാപം മീററ്റിൽ മാത്രമല്ല ഉത്തരേന്ത്യയുടെ പല ഭാഗങ്ങളിലും പൊട്ടിപ്പുറപ്പെട്ടു. അപ്പോൾ ആദ്യമായിട്ട് ഈ കലാപം തുടങ്ങിയത് മീററ്റിലാണെങ്കിലും ഇവരെന്ത് ചെയ്തു? ഈ സൈനികർ ഡൽഹിയിൽ വന്നു. അന്ന് ഡൽഹി ഭരിച്ചിരുന്നത് മുഗൾ രാജവംശമായിരുന്നു. അതിൽ ഏറ്റവും അവസാനത്തെ രാജാവായിരുന്ന ബഹദൂർ ഷാ രണ്ടാമനായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അദ്ദേഹത്തെ അവർ ഇന്ത്യയുടെ ചക്രവർത്തിയായിട്ട് പ്രഖ്യാപിച്ചു. ഇതുകൂടാതെ ഉത്തരേന്ത്യയുടെ പല ഭാഗങ്ങളിലും ഇത്തരത്തിലുള്ള കലാപങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടു. അധികാരം നഷ്ടപ്പെട്ട നാട്ടുരാജാക്കന്മാരും കലാപത്തിൽ പങ്കുചേർന്നു. കാൺപൂർ, ലക്നൗ, അലഹബാദ്, ഝാൻസി, ആര, ഫൈസാബാദ് തുടങ്ങിയ പ്രദേശങ്ങളിലേക്ക് കലാപം പടർന്നു. അപ്പം ഈ കലാപം മീററ്റിൽ തുടങ്ങി ഡൽഹിയിലെത്തി അവിടെ നിന്നും നോർത്ത് ഇന്ത്യയുടെ അല്ലെങ്കിൽ ഉത്തരേന്ത്യയുടെ പല ഭാഗങ്ങളിലേക്ക് പൊട്ടിപ്പുറപ്പെട്ടു. ആ സ്ഥലങ്ങളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഏതൊക്കെയാണ്? കാൺപൂർ, ലക്നൗ, അലഹബാദ്, ഝാൻസി, ആര, ഫൈസാബാദ്. ഈ സൈനികരുടെ കൂടെ ആരുകൂടെ കൂടി? നാട്ടുരാജാക്കന്മാർ അല്ലേ. നമ്മൾ ആദ്യം പറഞ്ഞു നാട്ടുരാജാക്കന്മാരും സൈനികരുമാണ് ഈ കലാപത്തിന് തുടക്കം കുറിച്ചത്. അപ്പം അവരും ഈ സൈനികരോടുകൂടി ചേർന്നു. ഓക്കെ. An organized revolt against the military officials started in Meerut. മീററ്റിലാണ് ആദ്യമായിട്ട് ഈ കലാപം പൊട്ടിപ്പുറപ്പെട്ടത്. Then the soldiers reached Delhi and proclaimed the last Mughal ruler Bahadur Shah II as the Emperor of India. അവർ ഡൽഹിയിലെത്തിയിട്ട് എന്താ ചെയ്തത്? മുഗൾ രാജവംശത്തിലെ അവസാനത്തെ റൂളറായിരുന്ന ബഹദൂർ ഷാ രണ്ടാമനെ ഇന്ത്യയുടെ ചക്രവർത്തിയായിട്ട് പ്രഖ്യാപിച്ചു. ദ റിവോൾട്ട് സ്പ്രെഡ് ടു ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് നോർത്ത് ഇന്ത്യ. നോർത്ത് ഇന്ത്യ അല്ലെങ്കിൽ ഉത്തരേന്ത്യയുടെ പല ഭാഗങ്ങളിലേക്ക് ഈ ഒരു പ്രക്ഷോഭം പടർന്നു പിടിച്ചു. ദ റൂളേഴ്സ് ഓഫ് പ്രിൻസിയലി സ്റ്റേറ്റ്സ് എന്ന് പറഞ്ഞാൽ നാട്ടുരാജ്യങ്ങളിലെ ഭരണാധികാരികളും ഇവരോട് കൂടി ചേർന്നു. ഹു ഹാഡ് ലോസ്റ്റ് ദെയർ പവർ ഓൾസോ ജോയിൻ ദ റെബലിയൻ. ദ റിവോൾട്ട് ഫർദർ സ്പ്രെഡ് ടു കാൺപൂർ, ലക്നൗ, അലഹബാദ്, ഝാൻസി, ആര ആൻഡ് ഫൈസാബാദ്. ഓക്കെ. അപ്പോൾ നമ്മൾ പറഞ്ഞു ഉത്തരേന്ത്യയിലെ തന്നെ പല ഭാഗങ്ങളിലേക്ക് ഈ ഒരു പ്രക്ഷോഭം പടർന്നു എന്ന് പറഞ്ഞല്ലേ. മീററ്റിൽ ആരംഭിച്ചു, ഡൽഹി വഴി പല ഭാഗങ്ങളിലേക്കും ഈ ഒരു പ്രക്ഷോഭം പടർന്നു പിടിച്ചു. അതിൽ പല സ്ഥലങ്ങളിലും ഈ ഒരു പ്രക്ഷോഭം നിയന്ത്രിച്ചിരുന്നത് അല്ലെങ്കിൽ നേതൃത്വം നൽകിയിരുന്നത് പലരായിരുന്നു. കാൺപൂരിൽ ആരായിരുന്നു? കാൺപൂരിലെ നാനാ സാഹിബും താന്തിയോ തോപ്പയും. അപ്പോൾ കാൺപൂരിൽ 2 പേരായിരുന്നു ഇതിന് നേതൃത്വം കൊടുത്തത്. ഒന്ന് നാനാ സാഹിബ്, അടുത്തത് താന്തിയോ തോപ്പി. ഇനി ഝാൻസിയിൽ റാണി ലക്ഷ്മിബായിയാണ്. അപ്പം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഝാൻസി റാണി എന്നൊക്കെ പറഞ്ഞ് അറിയപ്പെടുന്നതാണ് ഝാൻസിയിലെ റാണി ലക്ഷ്മിബായി. ലക്നൌവിൽ ബീഗം ഹസ്രത്ത് മഹൽ. അതുപോലെ ഫൈസാബാദിൽ മൗലവി അഹമ്മദുള്ള, ആരയിൽ കൻവർ സിംഗ് എന്നിവരായിരുന്നു സമരം നയിച്ചത്. അപ്പോൾ ഓരോ പ്രദേശത്തും ആരൊക്കെയാണെന്ന് നിങ്ങൾ ഓർത്തു വയ്ക്കുക. എന്നാൽ ഈ കലാപം കമ്പനി അടിച്ചമർത്തി. ബഹദൂർ ഷാ സഫറിനെ റങ്കൂണിലേക്ക് നാടുകടത്തി. കണ്ടോ? അപ്പം ഇത്രയും ആളുകൾ ഒന്നിച്ചു ചേർന്ന് അല്ലെങ്കിൽ പല ഭാഗങ്ങളിലായിട്ട് നോർത്ത് ഇന്ത്യയിൽ ഈ കലാപം പൊട്ടിപ്പുറപ്പെട്ടെങ്കിലും കമ്പനി ഇതിനെല്ലാം അടിച്ചമർത്തി അവർ ബഹദൂർ ഷാ സഫറിനെ റങ്കൂണിലേക്ക് നാടുകടത്തി. ഓക്കെ. ദ റിവോൾട്ട് വാസ് ലെഡ് ബൈ നാനാ സാഹിബ് ആൻഡ് താന്തിയ തോപ്പി ഇൻ കാൺപൂർ. കാൺപൂരിലെ നാനാ സാഹിബും താന്തിയ തോപ്പിയും, റാണി ലക്ഷ്മിഭായ് ഇൻ ഝാൻസി, ബീഗം ഹസ്രത്ത് മഹൽ ഇൻ ലക്നൗ, മൗലവി അഹമ്മദുള്ള ഇൻ ഫൈസാബാദ് ആൻഡ്
കൻവർ സിംഗ് ഇൻ ആര. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യമാണ് ഓരോ സ്ഥലങ്ങളിൽ ആരൊക്കെയാണ് ഈ ഒരു സമരത്തിന് നേതൃത്വം നൽകിയതെന്ന്. ദ കമ്പനി സപ്രസ്ഡ് ദ റിവോൾട്ട് ആൻഡ് ബഹദൂർ ഷാ സഫർ വാസ് എക്സ്പെൽഡ് ടു റംഗൂൺ. കമ്പനി ഈ ഒരു സമരം അടിച്ചമർത്തി. സപ്രസ്ഡ് എന്ന് പറഞ്ഞാൽ അടിച്ചമർത്തി. എന്നിട്ട് എന്ത് ചെയ്തു? ബഹദൂർ ഷാ സഫറിനെ റംഗൂണിലേക്ക് നാടുകടത്തി. ഓക്കെ, അപ്പോൾ ഇനി നിങ്ങളുടെ ഒരു ആക്ടിവിറ്റിയാണ് ഞാൻ പറയാൻ പോകുന്നത്. നിങ്ങളോട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ടെക്സ്റ്റിൽ ഇതുപോലെ ഇന്ത്യയുടെ ഭൂപടം തന്നിട്ടുണ്ട്. അതിൽ നിങ്ങൾ ഈ കലാപം നടന്ന പ്രധാന സ്ഥലങ്ങളെല്ലാം അടയാളപ്പെടുത്തണം. എന്നിട്ട് ഇന്ന് ആ സ്ഥലങ്ങൾ ഏതൊക്കെ സംസ്ഥാനങ്ങളുടെ ഭാഗമാണെന്ന് എഴുതാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ഞാനിവിടെ സ്ഥലങ്ങളെല്ലാം അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇംഗ്ലീഷിലും മലയാളത്തിലുമുണ്ട്. ഏതൊക്കെയായിരുന്നു പ്രധാന സ്ഥലങ്ങൾ? മീററ്റ്, ഡൽഹി, അവാധ്, ഫൈസാബാദ്, കാൺപൂർ, ഝാൻസി, ആര. ഇത്രയും സ്ഥലങ്ങളിലാണ് നോർത്ത് ഇന്ത്യയിൽ കലാപം നടന്നത് അല്ലേ, ഈ ഒരു പ്രക്ഷോഭം പൊട്ടിപ്പുറപ്പെട്ടത്. അപ്പം ഈ സ്ഥലങ്ങൾ ഇന്ന് ഏതൊക്കെ സംസ്ഥാനങ്ങളുടെ ഭാഗങ്ങളാണെന്ന് നമുക്കിനി എഴുതണം. അപ്പം അത് ഞാൻ വേറെ ആയിട്ടാണ് എഴുതിയിരിക്കുന്നത്. അപ്പം മീററ്റ് ഇന്ന് ഉത്തർപ്രദേശിൻ്റെ ഭാഗമാണ്. ഡൽഹി ഹരിയാനയുടെ ഭാഗമാണ്. പിന്നെ അവാദ്, ഫൈസാബാദ്, കാൺപൂർ, ഝാൻസി ഇത് 4 ഉത്തർപ്രദേശിലാണ് വരുന്നത്. ആര എന്ന് പറയുന്നത് ബീഹാറിൻ്റെ ഭാഗമാണ്. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾ എഴുതി പൂർത്തിയാക്കണം. ഇനി മലയാളത്തിൽ മീററ്റ് ഉത്തർപ്രദേശിലാണ്. ഡൽഹി ഹരിയാന, അവാദ്, ഫൈസാബാദ്, കാൺപൂർ, ഝാൻസി ഇത് 4 ഉത്തർപ്രദേശിൻ്റെ ഭാഗമാണ്. ആര ബീഹാറിൻ്റെ ഭാഗമാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആ മാപ്പ് അതിനകത്ത് ആദ്യം അടയാളപ്പെടുത്തുക. അത് കഴിഞ്ഞിട്ട് ഈ സ്ഥലങ്ങൾ ഇന്ന് എവിടെയാണ്, ഏത് സംസ്ഥാനത്തിൻ്റെ ഭാഗമാണെന്ന് കൂടെ പൂർത്തിയാക്കുക. ഇതൊരു ആക്ടിവിറ്റി ആയിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞു. ഇനി അപ്പോൾ നമ്മൾ പറഞ്ഞു ഇത്തരം കലാപങ്ങളൊക്കെ ഉണ്ടായെങ്കിലും അത് അടിച്ചമർത്തപ്പെട്ടെന്ന് പറഞ്ഞു അല്ലേ. പല സ്ഥലങ്ങളിലും പൊട്ടിപ്പുറപ്പെട്ടു, പലരും നേതാക്കന്മാരുണ്ടായി, എല്ലാം ഉണ്ടായെങ്കിലും ഇത് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇതെല്ലാം അടിച്ചമർത്തി. അപ്പം ഈ ഒരു സമരങ്ങൾ പരാജയപ്പെടാനുണ്ടായ കാരണങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഇനി നമ്മൾ നോക്കുന്നത്. ആ കാരണങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഉത്തരേന്ത്യയിൽ മിക്ക സ്ഥലങ്ങളിലും കലാപങ്ങൾ ഉണ്ടായെങ്കിലും ഇതിനൊരു സംഘടിത സ്വഭാവം ഉണ്ടായിരുന്നില്ല. എന്താണ് സംഘടിത സ്വഭാവം എന്ന് പറഞ്ഞാൽ? ഒരു കൂട്ടായ്മ അല്ലെങ്കിൽ ഒരു യൂണിറ്റി അല്ലേ. അപ്പം പലരും പല സ്ഥലങ്ങളിലായിട്ട് സമരങ്ങളൊക്കെ നടത്തി, പ്രക്ഷോഭങ്ങളൊക്കെ നടത്തിയെങ്കിലും അവർക്കൊന്നും കോർഡിനേറ്റ് ചെയ്ത് ഒരുമിച്ച് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാനായിട്ട് സാധിച്ചില്ല. പിന്നെയോ കലാപകാരികളെ അപേക്ഷിച്ച് സൈനിക ശേഷിയും സംഘടനാ മികവും മെച്ചപ്പെട്ട ആയുധങ്ങളും കമ്പനിക്കുണ്ടായിരുന്നു. അപ്പം ഈ പോരാടുന്ന സമയത്ത് കമ്പനിയുടെ കയ്യിൽ കൂടുതൽ സൈനികർ, അതുപോലെ തന്നെ സംഘടനാ മികവ്, അതുപോലെ ആയുധങ്ങൾ ഇതിലെല്ലാം മികച്ചു നിന്നത് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയായിരുന്നു. അതുകൊണ്ട് തന്നെ അതും പരാജയപ്പെടാനുള്ള ഒരു കാരണമായിട്ട് മാറി. ഇന്ത്യക്കാരിൽ എല്ലാ വിഭാഗങ്ങളുടെയും പിന്തുണ നേടുന്നതിൽ കലാപകാരികൾ പരാജയപ്പെട്ടു. അതായത് കുറച്ചു പേരൊക്കെ അവരെ സപ്പോർട്ട് ചെയ്തെങ്കിലും പല വിഭാഗങ്ങളും മാറി നിന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു വലിയ പ്രക്ഷോഭം ഉണ്ടാക്കാനായിട്ട് അവർക്ക് സാധിച്ചില്ല. ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നേടിയ ഇന്ത്യക്കാർ സമരത്തിനെതിരായിരുന്നു. അങ്ങനെ ഒരു കൂട്ടരും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്ത്യൻ വംശജരാണെങ്കിൽ തന്നെ ഇംഗ്ലീഷുകാരുടെ വിദ്യാഭ്യാസം അല്ലെങ്കിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നേടിയ ഇന്ത്യക്കാരുണ്ടായിരുന്നു. അവർ ഈ സമരത്തിനെതിരായിട്ടാണ് നിന്നത്. സമ്പന്നരായ നാട്ടുരാജാക്കന്മാർ കമ്പനിക്കായിരുന്നു പിന്തുണ നൽകിയിരുന്നത്. അപ്പം നാട്ടുരാജാക്കന്മാർ, സാമ്പത്തികമായിട്ട് ഉയർന്നു നിൽക്കുന്ന നാട്ടുരാജാക്കന്മാരും കമ്പനിക്ക് പിന്തുണ നൽകി. ഈ കാരണങ്ങളെല്ലാമാണ് ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിലെ അല്ലെങ്കിൽ ആ ഒരു പരാജയത്തിന് കാരണമായത്. Let us examine the reasons for the failure of the first war of independence. എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. Though the revolt was widespread in North India, there was no coordination. അപ്പം നോർത്ത് ഇന്ത്യയിൽ മൊത്തമായിട്ടും ഈ ഒരു റിവോൾട്ട് സ്പ്രെഡ് ചെയ്തെങ്കിലും എന്തുണ്ടായിരുന്നില്ല? കോർഡിനേഷൻ ഉണ്ടായിരുന്നില്ല, സംഘടിത ഭാവം ഉണ്ടായിരുന്നില്ല. The company had all the advantages of stronger military power, better weapons and coordination. കമ്പനിയുടെ അഡ്വാൻറ്റേജസ് ഏതൊക്കെയായിരുന്നു? അവർക്ക് സ്ട്രോങ്ങർ ആയിട്ടുള്ള മിലിറ്ററി പവർ ഉണ്ടായിരുന്നു, ബെറ്റർ വെപ്പൺസ് നല്ല ആയുധങ്ങൾ ഉണ്ടായിരുന്നു, അതുപോലെ കോർഡിനേഷനും ഉണ്ടായിരുന്നു. ഇതൊന്നും കലാപകാരികൾക്ക് ഉണ്ടായിരുന്നില്ല. ഇറ്റ് ഫെയിൽഡ് ടു എൻഷുവർ മാസ് സപ്പോർട്ട്. അതായത് എല്ലാ വിഭാഗത്തിലും പെട്ട ആളുകളുടെ സപ്പോർട്ട് നേടുന്നതിൽ ഈ കലാപകാരികൾ പരാജയപ്പെട്ടു. പിന്നെ ദ ഇംഗ്ലീഷ് എഡ്യൂക്കേറ്റഡ് ഇന്ത്യൻസ് വർ എഗെയിൻസ്റ്റ് ദ റിവോൾട്ട്. ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നേടിയ ഇന്ത്യക്കാർ ഈ ഒരു സമരത്തിന് എതിരായിരുന്നു. ദ റൂളേഴ്സ് ഓഫ് അഫ്ലുവൻ പ്രിൻസിയലി സ്റ്റേറ്റ്സ് സപ്പോർട്ടഡ് ദ കമ്പനി. അഫ്ലുവൻ പ്രിൻസിയലി സ്റ്റേറ്റ്സ് എന്ന് പറഞ്ഞാൽ ഉയർന്ന നാട്ടുരാജ്യങ്ങൾ, അവർ കമ്പനിക്ക് സപ്പോർട്ടാണ് ചെയ്തത്, കലാപകാരികൾക്ക് എതിരായിരുന്നു. ഇത്രയും കാരണങ്ങൾ കൊണ്ടാണ് ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ് ഫെയിലായി പോയത്. അപ്പോൾ അങ്ങനെയാണ് അതിൻ്റെ ആ ഒരു പരാജയത്തെക്കുറിച്ച് നമുക്ക് വിലയിരുത്താൻ സാധിക്കുന്നത്. ഇനി
പ്രത്യക്ഷത്തിൽ സമരം പരാജയപ്പെട്ടെങ്കിലും കമ്പനി ഭരണത്തിനെതിരെ നാടിൻ്റെ മോചനത്തിനായുള്ള ആദ്യത്തെ ബഹുജന സമരമായിരുന്നു അത്. അതായത് ഇപ്പം നമ്മൾ പറഞ്ഞു ഒന്നാം സ്വാതന്ത്ര്യ സമരം പരാജയപ്പെട്ടു എന്ന് പറഞ്ഞാലും ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ അല്ലെങ്കിൽ ബ്രിട്ടീഷുകാർക്കെതിരെ ഇന്ത്യയിൽ നടന്ന ഏറ്റവും വലിയ ഒരു സമരം, ആദ്യത്തെ ഒരു സമരം എന്ന് നമുക്ക് ഇതിനെ പറയാനായിട്ട് സാധിക്കും. ഒരു ബഹുജന സമരമായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ സമരത്തെ ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരമായി കണക്കാക്കുന്നു. അപ്പോൾ പരാജയപ്പെട്ടെങ്കിലും ഈ ഒരു സമരത്തെ ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരമായിട്ട് കണക്കാക്കുന്നു. കലാപത്തിൻ്റെ ഏറ്റവും വലിയ ശക്തി മതത്തിന് അതീതമായി ഇന്ത്യൻ ജനത ഉയർത്തിയ ഐക്യബോധമായിരുന്നു. എന്താണ് മതത്തിന് അതീതം എന്ന് പറഞ്ഞാൽ? ഒരു മതവും അല്ലാതെ എല്ലാ മതവും ഒന്നിച്ചു ചേർന്നല്ലേ, അങ്ങനെ അതൊന്നും നോക്കാതെ ഒറ്റ സ്വരത്തോടെ അല്ലെങ്കിൽ ഐക്യത്തോടു കൂടി ഇന്ത്യൻ ജനത നിന്നു എന്നുള്ളതായിരുന്നു ആ കലാപത്തിൻ്റെ ഏറ്റവും വലിയ ശക്തി. ബഹദൂർ ഷായെ ഷാഹിൻ ഷായെ ഹിന്ദുസ്ഥാൻ ഇന്ത്യയുടെ ചക്രവർത്തിയായി പ്രഖ്യാപിക്കാൻ ശിപ്പായിമാരെ പ്രേരിപ്പിച്ചത് ഈ ഐക്യമായിരുന്നു. അതുകൊണ്ടാണ് അവർ ബഹദൂർ ഷായെ എന്ത് ചെയ്തത്? ഇന്ത്യയുടെ ചക്രവർത്തിയായിട്ട് പ്രഖ്യാപിച്ചത്. മതസ്പർദ്ധ വളർത്താൻ ബ്രിട്ടീഷുകാർ നടത്തിയ ശ്രമങ്ങൾ കലാപകാലം വരെ വിജയിച്ചില്ല എന്ന് ഈ സംഭവങ്ങൾ വ്യക്തമാക്കുന്നു. അപ്പം ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ പലതരത്തിലുള്ള മതസ്പർദ്ധ വളർത്താനായിട്ട് നോക്കിയിരുന്നു. പലതരത്തിലും മതങ്ങൾ തമ്മിൽ പോരാട്ടം ഉണ്ടാക്കാൻ അല്ലെങ്കിൽ വിരോധമുണ്ടാക്കാനായിട്ട് ബ്രിട്ടീഷുകാർ ശ്രമങ്ങൾ നടത്തിയെങ്കിലും അതെല്ലാം പരാജയപ്പെട്ട് ഇന്ത്യക്കാർ ഒരുമിച്ച് നിന്നുകൊണ്ട് ഒരു ബഹദൂർ ഷായെ ഇന്ത്യയുടെ ചക്രവർത്തിയായിട്ട് പ്രഖ്യാപിക്കുക. അതുപോലെ അവരുടെ ആ ഒരു ഐക്യം ഉയർന്നു വന്നത് ഈ ഒരു ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിലാണ്. Even though the revolt failed, it was the first mass revolt against the company rule. ആ ഒരു റിവോൾട്ട് ഫെയിലായെങ്കിലും കമ്പനി റൂളിനെതിരെ വന്ന ഫസ്റ്റ് മാസ് റിവോൾട്ടാണ്, ആദ്യ ബഹുജന സമരമാണ് ഒന്നാം സ്വാതന്ത്ര്യ സമരം. സോ ദ റിവോൾട്ട് ഈസ് കൺസിഡേർഡ് ആസ് ദ ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ്. അതുകൊണ്ടാണ് ഇതിനെ ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്നത്. ദ ഹൈലൈറ്റ് ഓഫ് ദ റിവോൾട്ട് വാസ് ദ സെൻസ് ഓഫ് യൂണിറ്റി ദാറ്റ് ദ പീപ്പിൾ ഓഫ് ഇന്ത്യ അപ്ഹെൽഡ് ഇറസ്പെക്റ്റീവ് ഓഫ് റിലീജിയൻ. ഇറസ്പെക്റ്റീവ് ഓഫ് റിലീജിയൻ എന്ന് പറഞ്ഞാൽ മതമൊന്നും നോക്കാതെ ഇന്ത്യക്കാരുടെ ആ ഒരു ഐക്യം, ഒരു യൂണിറ്റി, അത് ഈ ഒരു സമരത്തിൻ്റെ പ്രത്യേകതയായിരുന്നു. ഇറ്റ് വാസ് ദിസ് സോളിഡാരിറ്റി ദാറ്റ് മോട്ടിവേറ്റഡ് ദ സിപ്പോയീസ് ടു പ്രൊക്ലെയിം ബഹദൂർ ഷാ ആസ് ഷെയ്ൻ ഷാ ഇ ഹിന്ദുസ്ഥാൻ, ദ എംപറർ ഓഫ് ഇന്ത്യ. ഇതുകൊണ്ടാണ് സൈനികർ അല്ലെങ്കിൽ ശിപായികൾ എന്ത് തീരുമാനിച്ചത്? ബഹദൂർ ഷായെ ഇന്ത്യയുടെ ചക്രവർത്തിയായിട്ട് വാഴിക്കാനായിട്ട് തീരുമാനിച്ചത്. ദിസ് ഷോസ് ദാറ്റ് ദ ബ്രിട്ടീഷ് എഫേർട്സ് ടു ബ്രീഡ് കമ്മ്യൂണൽ ഹാട്രഡ് ഹാഡ് നോട്ട് സക്സീഡഡ് അറ്റ്ലീസ്റ്റ് അപ് ടു ദ പീരിയഡ് ഓഫ് ദ ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ്. അപ്പോൾ ഇതിൽ നിന്ന് എന്താ മനസ്സിലാക്കേണ്ടത്? മതസ്പർദ്ധ അല്ലെങ്കിൽ മതവിദ്വേഷം വളർത്താനുള്ള ബ്രിട്ടീഷുകാരുടെ ശ്രമങ്ങൾ ഒന്നാം സ്വാതന്ത്ര്യ സമരം വരെയെങ്കിലും പരാജയപ്പെടാനുള്ള കാരണം ഇന്ത്യക്കാരുടെ ഈ ഐക്യമായിരുന്നു. അപ്പോൾ അടുത്ത ആക്ടിവിറ്റി ഇതായിരുന്നു. കലാപം നടന്ന സ്ഥലങ്ങളും അവിടെ നേതൃത്വം നൽകിയവരെയും ഇതുപോലൊരു ടേബിളായിട്ട് നമ്മൾ എഴുതണം അല്ലേ. ഇപ്പം ഞാനിവിടെ എഴുതിയിരിക്കുന്നത് കറക്റ്റ് ഓരോ കോളത്തിലായിട്ടൊന്നും അല്ല. നിങ്ങൾ എഴുതുമ്പോൾ നിങ്ങൾ കറക്റ്റായിട്ടൊരു ടേബിൾ വരച്ചിട്ട് ഓരോ സ്ഥലത്തിൻ്റെ പേരിന് നേരെയും ആരാണോ നേതൃത്വം നൽകിയത് അവരുടെ പേര് കൊടുക്കുക. അപ്പോൾ ഇവിടെ ഝാൻസി തന്നിട്ടുണ്ടായിരുന്നു. ഝാൻസിയിൽ ആരായിരുന്നു? റാണി ലക്ഷ്മിബായി ആണ് അല്ലേ. അടുത്തത് കാൺപൂരിൽ 2 പേരുണ്ടായിരുന്നു, നാനാ സാഹിബും താന്തിയോ തോപ്പിയും. ലക്നൌവിൽ ബീഹം ഹസ്രത്ത് മഹൽ. ഫൈസാബാദിൽ മൗലവി അഹമ്മദുള്ള. ആരയിൽ കൻവർ സിംഗ്. ഇതുപോലെ തന്നെ ഇത് എഴുതുക. ഇനി ഇംഗ്ലീഷിലാണെങ്കിൽ ഝാൻസിയിൽ റാണി ലക്ഷ്മിബായി, കാൺപൂരിൽ നാനാ സാഹിബ് താന്തിയ തോപ്പ്, ലക്നൗ ബീഗം ഹസ്രത്ത് മഹൽ, ഫൈസാബാദ് മൗലവി അഹമ്മദുള്ള, ആരയിൽ കൻവർ സിംഗ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ടേബിൾ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുക. അതേപോലെ തന്നെ ഇപ്പം ഒന്നാം സ്വാതന്ത്ര്യ സമരമൊക്കെ അവസാനിച്ചു എങ്കിലും ഇന്ത്യയിലെ ഭരണ സംവിധാനത്തിൽ അതൊരു മാറ്റം വരുത്തി. അതെന്താണെന്ന് നമുക്ക് നോക്കാം. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം ഇന്ത്യയുടെ ഭരണ സംവിധാനത്തിൽ മാറ്റം വരുത്തി. ബ്രിട്ടീഷ് രാജ്ഞിയുടെ 1858 വിളംബരത്തോടെ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം അവസാനിച്ചു. ഇന്ത്യയുടെ ഭരണം ബ്രിട്ടീഷ് രാജ്ഞിയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലായി. അപ്പം 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം പരാജയപ്പെട്ടു എന്ന് പറഞ്ഞെങ്കിലും അത് ഇന്ത്യയുടെ ഭരണത്തിലൊരു മാറ്റം വരുത്തി. എന്താ മാറിയത്? 1857 ഒരു വിളംബരം നടത്തി. ആര്? ബ്രിട്ടീഷ് രാജ്ഞി. എന്താ വിളംബരം നടത്തിയതിൻ്റെ ഫലമായിട്ടുണ്ടായത്? ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം അവസാനിച്ചു. കമ്പനിക്ക് ഇന്ത്യയിലുണ്ടായിരുന്ന അധികാരം അവസാനിച്ചു. പകരം ഇന്ത്യയുടെ ഭരണം ആർക്കായി? ബ്രിട്ടീഷ് രാജ്ഞിയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലായി. ഓക്കെ,
the reign of the Queen. The first war of Indian independence in 1857 brought many administrative changes in India. ഭരണത്തിൽ പല മാറ്റങ്ങളും കൊണ്ടുവന്നു. The rule of the English East India Company came to an end with the Queen's proclamation in 1858. India came under the direct rule of the British Queen. അപ്പം ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ റൂള് എൻഡ് ചെയ്തു എന്നാണ് ക്യൂനിൻ്റെ പ്രൊക്ലമേഷൻ അല്ലേ, രാജ്ഞിയുടെ ആ ഒരു വിളംബരത്തോടു കൂടി 1858 അവരുടെ ഭരണം അവസാനിച്ചു. പകരം രാജ്ഞിയുടെ ബ്രിട്ടീഷ് ക്യൂനിൻ്റെ നേരിട്ടുള്ള ഭരണത്തിലേക്കാണ് ഇന്ത്യ പിന്നീട് പോയത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ആ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിലെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾ ചെയ്യേണ്ട പ്രവർത്തനങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ പൂർത്തിയാക്കുക. പിന്നെ ഇനി ഒരു ആക്ടിവിറ്റി കൂടെ ഉണ്ടായിരുന്നു. പ്രിപ്പയർ ആൻ ആൽബം റിലേറ്റഡ് ടു ദ ലീഡേഴ്സ് ഓഫ് ദ റിവോൾട്ട് ഓഫ് 1857 വിത്ത് എ റൈറ്റ് അപ്പ് ഓൺ ഈച്ച് ലീഡേഴ്സ്. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത നേതാക്കന്മാരുടെ ആൽബം തയ്യാറാക്കി കുറിപ്പെഴുതുക. ഓക്കെ, അപ്പോൾ ഈ ഒരു പ്രവർത്തനം നമ്മൾ ഒരു വീഡിയോ ആയിട്ട് അടുത്തതായിട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ബാക്കിയുള്ള പ്രവർത്തനങ്ങളൊക്കെ പൂർത്തിയാക്കുക. ഇത് നമ്മൾ മറ്റൊരു ക്ലാസ്സിൽ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാതെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതിൽ ഓൾ എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അതുകൂടെ ഒന്ന് എനേബിൾ ചെയ്യണം. അപ്പോൾ മാത്രമേ ഞാൻ ക്ലാസ്സുകൾ ഇടുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ഒക്കെ ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ കാണാം. ബൈ.